ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ. വിട പറഞ്ഞവർക്കായി മിഠായി തെരുവ് കവാടത്തിൽ ദീപം തെളിയിച്ചു. ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവർക്ക് ദീപങ്ങൾ തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ IAS ആദ്യ ദീപം തെളിയിച്ചു. മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ PV ചന്ദ്രൻ, സംവിധായകൻ VM വിനു, ദുരന്തത്തിൽ ആദ്യ വൈദ്യസഹായവുമായി എത്തിയ ഡോക്ടർ ലോവന മുഹമ്മദ് എന്നിവരും ദീപം തെളിയിച്ചു. നമ്മളെല്ലാവർക്കും അറിയാം, വയനാടിനെ സംരക്ഷിച്ചൊരു 100ഓളം ആൾക്കാർ ജീവൻ പോയി നമ്മളെ ഈ ഡിസാസ്റ്ററിനെ സംബന്ധിച്ചതാണ്. ഇത് വളരെ നമ്മുടെ സ്റ്റേറ്റിന് വേണ്ടി, വയനാടിന് വേണ്ടി, നമ്മുടെ മൊത്തം സ്റ്റേറ്റിന് വേണ്ടി ഒരു ഭയങ്കര ദുഃഖത്തിൻ്റെ സമയമാണ്. അത് നമ്മുടെ എല്ലാ ഫോഴ്സുകൾ ബാക്കി നമ്മളെ നല്ല രീതിയിൽ അവരെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെപ്പെട്ടവർക്ക് അവിടെ നമ്മുടെ ആൾക്കാർക്ക് ലോസ്റ്റായ സാധനങ്ങൾ, നമ്മളെ നശിപ്പിച്ച സാധനങ്ങളൊക്കെ നമുക്കൊന്നും തിരിച്ചു തരാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് നമ്മുടെ അവിടെ ഈ ദുഃഖത്തിൻ്റെ ക്ഷണത്തിൽ അവിടെ കൂടെ നമ്മൾ നിന്നിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് നല്ല കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യണം. എയ്മ സംസ്ഥാന പ്രസിഡന്റ് AK പ്രശാന്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവി PK ഗോപി കവിത ആലപിച്ചു. മജീഷ്യൻ പ്രദീപ് ഹുഡിനോ മാജിക് അവതരിപ്പിച്ചു. എയ്മ സംസ്ഥാന സെക്രട്ടറി രവീന്ദ്രൻ പൊയിലൂർ, ദേശീയ സെക്രട്ടറി VP സുകുമാരൻ, വനിതാ ചെയർപേഴ്സൺ അനിത പാലാരി, ദേശീയ കമ്മിറ്റി അംഗം ഡോക്ടർ B വേണുഗോപാൽ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന ഭാരവാഹികളായ സായിറാം ഹരിദാസ്, മനോജ് കുമാർ പുളയ്ക്കൽ, V ഷിജിത് കുമാർ, നിമ്മി പ്രശാന്ത്, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ TK സുരേന്ദ്രൻ, സേതുമാധവ പണിക്കർ, മുരളി ബേപ്പൂർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന ഹെൽത്ത് കെയർ ശില്പശാല സംഘടിപ്പിച്ചു. ജീവിതശൈലി